നിങ്ങൾ അയ്യപ്പനിൽ വിശ്വസിച്ചാലും ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശബരിമലയെ മോട്ടിക്കാൻ വേണ്ടി കയറരുത്. അത് അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ചർച്ച ആകട്ടെ, മോസ്ക് ആകട്ടെ, അവിടെ കളവ് നടത്താനായി കയറരുത്. ആര് കൊണ്ടുവരാനാ? ഇത്രയും വലിയ മോഷണം നടന്നു എന്ന് പറഞ്ഞ അന്യ സംസ്ഥാനങ്ങളിലെ ആര് കൊണ്ടുവന്ന് ഇവിടെ എന്ത് സംഭാവന തരാനാ പോണത്? എന്തുണ്ടാക്കാൻ പോവുകയാണ്? അപ്പം അതൊന്നും ആരും ചെയ്യാൻ പോണില്ല. രാഹുൽ ഈശ്വർ, അവിശ്വാസി ഭരിച്ചാലും വിശ്വാസി ഭരിച്ചാലും അഡ്മിനിസ്ട്രേഷൻ വളരെ കൃത്യമായി കിടയത്ത രീതിയിൽ നടക്കണം, സുതാര്യമായിരിക്കണം കണക്കുകൾ. ഇവിടെ കാര്യങ്ങൾ സുതാര്യമല്ല, അതാര്യമാണ് എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം രേഖകൾ സൂക്ഷിക്കാത്തത്, രേഖകളിൽ വന്നിട്ടുള്ള അത്ഭുതകരമായ വിസ്മയകരമായ മിസ്മാച്ച്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത് കേവലം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? 2 ബോർഡുകളുടെ കാലത്തെ കാര്യം നമ്മളിപ്പോൾ കേട്ടു. ആ 2 ബോർഡുകളും ഇക്കാര്യത്തിൽ ഉത്തരവാദിയാണ് എന്ന് രാഹുൽ ഈശ്വർ കരുതുന്നുണ്ടോ? 2 കാര്യങ്ങൾ. ഒന്ന്, ഞാനൊരു വിശ്വാസിയാണ്, വിശ്വാസികൾ അമ്പലം ഭരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിരുന്നാൽ പോലും ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ദേവസ്വം മന്ത്രിമാരിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനായ നിരീശ്വരവാദിയായ ജി സുധാകരൻ സാറായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട്. ജി സുധാകരൻ സാറിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയോട് എന്നും എതിർത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അവിടെയാണ് നല്ല മനുഷ്യർ വന്നാൽ മതി. സുധാകരൻ സാറാണ് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ക്ലീനപ്പ് ചെയ്ത്. സുധാകരൻ സാറും ബ്രഹ്മശ്രീ കണ്ടൂർ മഹേശ്വരും ഒക്കെയാണ് ഈ മേൽശാന്തി നിയമനത്തിലടക്കം മേടിക്കുന്ന മറ്റേ അഴിമതിയും മറ്റുമൊക്കെ നിർത്തലാക്കിയത്. അപ്പം നല്ല ആൾക്കാർ ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഇരുന്നാൽ നല്ലതാണ്. വിശ്വാസികളുണ്ടെങ്കിൽ അത്രയും സന്തോഷം. കാര്യം അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് തീർത്ഥമൊക്കെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമവും വേദനയാണ്. വിശ്വാസികളുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫെയ്ത്ത് ഫ്രണ്ട്ലി ആകും, ഫെയ്ത്ത് സെൻസിറ്റീവ് ആകും. 2, ഈ ഇരിക്കുന്ന ചില ദേവസ്വം ബോർഡിലെ വലിയ വിശ്വാസികൾ എന്ന് പറയുന്നവരല്ലേ ഇപ്പം കട്ടെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കട്ടെടുത്തു എന്ന് ആരോപണ മുന്നിലുള്ളത്. ഇതിനു മുമ്പ് പരിപൂർണ കമ്മീഷൻ റിപ്പോർട്ടും ഓർമ്മ കാണും. അന്നും വലിയ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന പല ആൾക്കാരുമാണ്. അപ്പോൾ ഇതിൽ സുതാര്യതയുടെ ഒരു പ്രശ്നമുണ്ട്, അക്കൗണ്ടബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്, കറപ്ഷന്റെ ഒരു പ്രശ്നമുണ്ട്. വിശ്വാസിയാണെങ്കിൽ സന്തോഷം, പക്ഷേ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും കള്ളനാവരുത്. നിങ്ങൾ അയ്യപ്പനിൽ വിശ്വസിച്ചാലും ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശബരിമലയെ മോട്ടിക്കാൻ വേണ്ടി കയറരുത്. അത് അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ചർച്ച ആകട്ടെ, മോസ്ക് ആകട്ടെ, അവിടെ കളവ് നടത്താനായി കയറരുത്. ഇനി 2, ഒരു സംശയവും വേണ്ട, ദേവസ്വം ബോർഡിന്റെ 2019 അല്ലെങ്കിൽ അതിന് മുമ്പ് ഇരുന്ന ആൾക്കാർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ എന്നറിയില്ല. ലഭ്യമായ വിവരങ്ങൾ വെച്ച് 2019 ഇറക്കി വരുന്ന ബോർഡിനാണ് ഇതിന് ഉത്തരവാദിത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം അന്നാണ് ഈ വ്യാജരേഖാ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അത് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തതാണ്. ഇനി അഭിലാഷിന് ഒരു കാര്യം ഓർമ്മ കാണും, ഹൈക്കോടതി വിധിന്യായത്തിൽ ഹൈക്കോടതി എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ ആദ്യം ചില എറേഴ്സോ പ്രശ്നങ്ങളോ ഉണ്ടെന്ന് കരുതിയാണ് കടന്നത്, പക്ഷെ പിന്നീടാണ് കടന്നൽ കൂട്ടിൽ കല്ലെറിയുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ വ്യാപകമായ കൊള്ള നടക്കുന്നുണ്ട്. ദേവസ്വം സംവിധാനത്തെ ഉടച്ചു വാർക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ദേവസ്വം സംവിധാനം ഫെയ്ത്ത് ഫ്രണ്ട്ലി ആയിരിക്കണം, കറപ്ഷൻ ഫ്രീ ആയിരിക്കണം, സുതാര്യത ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ അമ്പലങ്ങളിലൊന്നും ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പം ഈ പ്രസംഗം നടത്തിയില്ല. ആര് കൊണ്ടുവരാനാ? ഇത്രയും വലിയ മോഷണം നടന്നു എന്ന് പറഞ്ഞ അന്യ സംസ്ഥാനങ്ങളിലെ ആര് കൊണ്ടുവന്ന് ഇവിടെ എന്ത് സംഭാവന തരാനാ പോണത്? എന്തുണ്ടാക്കാൻ പോവുകയാണ്? അപ്പം അതൊന്നും ആരും ചെയ്യാൻ പോണില്ല. നമ്മുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങളൊന്നും നമ്മുടെ ചർച്ചയിൽ വരാറില്ല. വല്ലാത്ത വേദനയാണ്. അവിടുത്തെ ആൾക്കാർ ഇത് വളരെ സീരിയസ് ആയി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പലപ്പോഴും നമ്മളെ വിളിച്ച് പറയാറുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കുക, തമിഴ്നാട്, ആന്ധ്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതുകൊണ്ടുണ്ടാകുന്ന വൈകാരികപരമായ വിഷമവും അതോടൊപ്പം ശബരിമല അല്ലെങ്കിൽ വിശ്വാസ്യത, അയ്യപ്പനോടുള്ള വിശ്വാസം കാണും, പക്ഷെ ദേവസ്വം ബോർഡിനോടുള്ള വിശ്വാസ്യത എത്രമാത്രം മാറും? അപ്പോൾ എത്ര പേർക്ക് വേദനയും വിഷമവും ഉണ്ടാക്കി. അതുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകണം. ഈ അറസ്റ്റ് ദേവസ്വം ബോർഡിലേക്കും കൂടെ നീളണം. ദേവസ്വം ബോർഡിന്റെ അടക്കമുള്ള ആൾക്കാർ ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരു കരുണയുടെ ഒരു തരിമ്പ് പോലും ഇല്ലാതെ ഏറ്റവും ശക്തമായി ശിക്ഷിക്കണം. കാര്യം ബാക്കി എല്ലാ അമ്പലങ്ങളിലേക്കും ഇത് പോകും. ഇന്ന് വെള്ളാപ്പള്ളി സാർ പോലും പറഞ്ഞിട്ടുണ്ട്, ഈ പല ദേവസ്വം അമ്പലങ്ങളിലും മോഷണമാണ് നടക്കുന്നത്. ആലോചിച്ച് വെള്ളാപ്പള്ളി സാർ ഇടതുപക്ഷത്തോട് പിന്നെയും ചാഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പോലും പറയുകയാണ് ദേവസ്വം അമ്പലങ്ങളിൽ പലരും മോഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്പലങ്ങളെല്ലാം ഒരു പ്രശ്നം, ഇത് ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളായതുകൊണ്ടാണ് നമുക്കൊരു പൊതുചർച്ച നടത്താനും അവരോട് അക്കൗണ്ടബിലിറ്റിയുടെ കാര്യം ആവശ്യപ്പെടാനും കഴിയുന്നത്. സ്വകാര്യ ക്ഷേത്രങ്ങളാണെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കും? അവിടെയാണ് ട്രാൻസ്പെറൻസി വേണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, റൈറ്റ് ടു ഇൻഫർമേഷൻ എല്ലാ അമ്പലങ്ങൾക്കും ബാധകമാക്കണം. അത് അമ്പലങ്ങൾക്ക് മാത്രമല്ല, അമ്പലങ്ങൾക്കും ആശ്രമങ്ങൾക്കും പള്ളികൾക്കും. നമ്മൾ വിശ്വാസികൾ നമ്മൾ ഇടുന്ന കാശിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. കാര്യം ഞാൻ അമ്പലത്തിലോ പള്ളിയിലോ ആശ്രമത്തിലോ കാശ് കൊണ്ടിടുമ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ ഭക്തനായ എനിക്ക്, ഗവൺമെന്റിനല്ല, ഭക്തനായ എനിക്ക് ഒരു റൈറ്റ് ഉണ്ടാകണം. അപ്പോൾ ഒരു ട്രാൻസ്പെറൻസി മെക്കാനിസം നമ്മുടെ അമ്പലങ്ങൾക്കും ആശ്രമങ്ങൾക്കും എല്ലാം ഉണ്ടാകണം. അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ചിന്തിക്കണം. ശരി.